പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇൻഡിഗോ സർവീസുകൾ നിരന്തരം വെട്ടിക്കുറയ്ക്കുന്ന വലിയൊരു പ്രതിസന്ധി നിലവിലുണ്ട്. സർവീസുകൾ വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡിഗോയെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ജീവനക്കാരുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ കുറഞ്ഞതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഇത് എപ്പോൾ പരിഹരിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ചോദ്യം. നമുക്ക് ശ്രീകാന്തിലേക്ക് പോകാം. ശ്രീകാന്ത് തയ്യാറാണ്. ശ്രീകാന്ത്, നമസ്തേ. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് ഇപ്പോൾ കൂടിയാലോചനകൾ ഏതെങ്കിലും നടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്സ്? ശ്യാമ, 550 വിമാന സർവീസുകളാണ് ഇന്നും രാജ്യവ്യാപകമായി ഇൻഡിഗോയിൽ റദ്ദാക്കിയിട്ടുള്ളത്. അതായത് അവിടെ ഇൻഡിഗോയിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നു എന്നുള്ളതാണ് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. വിമാനങ്ങൾ തുടർന്നും റദ്ദാക്കേണ്ട സാഹചര്യത്തിലാണ് എന്ന കമ്പനി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നത്തിന് കാരണം പുതിയ ക്രൂ ടൈം ഡ്യൂട്ടി ചട്ടം, അതുമായി ബന്ധപ്പെട്ട ചട്ടം നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വന്ന വീഴ്ചയാണ് ഈ നിലവിലെ പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. ഡിസംബർ 8 മുതൽ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നും ഇൻഡിഗോ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിസന്ധി അത്ര ആഴത്തിലുള്ളതാണ് എന്നാണ് വിമാന കമ്പനി അറിയിക്കുന്നതും. സർവീസ് പൂർണ്ണ തോതിൽ സാധാരണ നിലയിലാകാൻ 2026 ഫെബ്രുവരി 10 വരെ സമയമെടുക്കും എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം പൈലറ്റുമാരുടെ ഡ്യൂട്ടി ക്രമീകരിക്കുന്നതിലെ പ്രശ്നങ്ങളാണ് ഇൻഡിഗോയ്ക്ക് വിനയായി മാറിയത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം പൈലറ്റുമാർക്ക് കൂടുതൽ വിശ്രമ സമയം നൽകേണ്ടതുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത് നടപ്പാക്കുന്നതിലും അത് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലും ഇൻഡിഗോയ്ക്ക് വീഴ്ച സംഭവിച്ചു. ഇതേ തുടർന്നാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തിട്ടുള്ളത്. അത് തീരാൻ അടുത്ത വർഷം 2026 ഫെബ്രുവരി 10 ആകും എന്നാണ് അവർ പറയുന്നത്. അതുവരെ തൽക്കാലം ഈ സർവീസുകൾ വെട്ടിക്കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം കേന്ദ്ര സർക്കാർ DGCA ചില ഇളവുകൾ ഇത് നടപ്പാക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്രവും ശ്രമിക്കുന്നത്.